കാഫിർ വീണ്ടും നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പേരാമ്പ്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൗമെന്ന പ്രയോഗം അത് പഴയ കാഫിറിനോട് കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് ഷാഫി എന്ന് പറഞ്ഞിട്ടുള്ളത്. കാഫിറും കൗമുമൊക്കെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന്. കേരള രാഷ്ട്രീയത്തിലേക്ക് അടുത്ത കാലത്ത് ഈ പ്രയോഗം കൊണ്ടുവന്നത് ഷാഫി വടകര പാർലമെന്റിൽ മത്സരിക്കുമ്പോഴാണ്. അതിനെത്രയോ മുമ്പ്, ഏകദേശം നൂറ്റാണ്ട് മുമ്പ് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കാഫിർ എന്ന വാക്ക്. അത് കെ.ടി. മുഹമ്മദിന്റെ ഒരു നാടകത്തിന്റെ പേരായിരുന്നു. മുസ്ലിം സമ്പന്ന പ്രമാണിമാർ അവരുടെ മുഖത്ത് നോക്കി കൂലി ചോദിച്ചിരുന്ന മുസ്ലിം സമുദായത്തിലെ തൊഴിലാളികളെ കാഫിർ എന്ന് വിളിച്ച ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചാൽ കാഫിർ എന്ന അറബി വാക്കിന്റെ അർത്ഥം മതനിഷേധി എന്നാണ്. കൂലി ചോദിച്ച ഇവൻ മതനിഷേധിയാണ്, അതുകൊണ്ട് അവനെ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി കളയാം. അങ്ങനെ സമുദായം കൊണ്ട് ഒരു ഭീഷണിപ്പെടുത്തൽ തൊഴിലാളികളുടെ നേരെ അന്നത്തെ സമ്പന്നവർഗം ഉപയോഗിച്ചിരുന്നു. ഈ കാഫിർ എന്ന വിളി അതിന്റെ പേറ്റന്റ് അവകാശം മുസ്ലിം ലീഗിനാണ്. ഞാനിത് വെറുതെ പറയില്ല. നമ്മളിപ്പോൾ വടകരയാണല്ലോ കാഫിറുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇതേ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച ഒരു മനുഷ്യന്റെ പേരായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അന്ന് മദിരാശി അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ തലശ്ശേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന അബ്ദുറഹിമാൻ സാഹിബിനെ വളഞ്ഞിട്ട് കഴുത്തിൽ ചെരുപ്പുമാലയിട്ട് മുഖത്ത് കാർക്കിച്ച് തുപ്പി ലീഗ് ആർത്ത് വിളിച്ചത് നീ കാഫിറാണെന്ന്. 5 നേരം കൃത്യമായി നമസ്കരിച്ചിരുന്ന, പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചിരുന്ന, സക്കാത്ത് കൊടുത്തിരുന്ന, റമളാൻ മാസത്തിലെ നോമ്പിന് പുറമെ ആഴ്ചയിൽ 2 ദിവസം നോമ്പ് നോറ്റിരുന്ന, ഇസ്ലാമിലെ പഞ്ചകർമ്മങ്ങളും ചെയ്തിരുന്ന തികഞ്ഞ ഒരു മതവിശ്വാസിയായിരുന്ന അബ്ദുറഹിമാൻ സാഹിബിനെ കാഫിർ എന്ന് വിളിക്കാൻ ലീഗിന് ഒരു മടിയുണ്ടായിരുന്നില്ല. അവരത് വിളിക്കാനുള്ള കാരണം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ അബ്ദുറഹിമാൻ സാഹിബ് എതിർത്തു എന്നതുകൊണ്ടാണ്. മലപ്പുറം ജില്ലയിലെ അനവധി ആളുകൾ ഈ വിളി കേട്ടിട്ടുണ്ട്. അതിലെ മഹാഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഉടനെ ലീഗിന്റെ ഫത്വ വരും, നീ കാഫിറാണ്, മതനിഷേധിയാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ മതനിഷേധിയാണ്. പോട്ടെ, ആര്യാട മുഹമ്മദ് കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ, അദ്ദേഹം കോൺഗ്രസ് ആണ്. ആര്യാടക്കമുള്ള നിരവധി ആളുകൾ ലീഗിനെ ശക്തമായി എതിർത്താണ് മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. അവരിൽ മഹാഭൂരിപക്ഷവും ഈ വിളി കേട്ടവരാണ്. ചുരുക്കി പറഞ്ഞാൽ കാഫിറിന്റെ പേറ്റന്റ് അവകാശം മുസ്ലിം ലീഗിനാണ്. രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് പ്രയോഗിച്ചത് മുസ്ലിം ലീഗാണ്. പക്ഷെ വടകരയിൽ ഇത് മറ്റൊരു രൂപത്തിൽ വളഞ്ഞു തിരിഞ്ഞാണ് വന്നത്. ശൈലജ ടീച്ചർ, കേരളത്തിന്റെ സ്നേഹം പറ്റി ആരോഗ്യവകുപ്പ് മന്ത്രി, അവിടെ മത്സരിക്കുമ്പോൾ അതൊരു വെല്ലുവിളിയായിരുന്നു. സ്ഥിരമായി UDF ജയിക്കുന്ന വടകരയിൽ കെ മുരളീധരനും മുല്ലപ്പള്ളിയും ഒക്കെ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കാത്ത ഒരു വിഭ്രാന്തി അവർക്കുണ്ടായി UDF ജയിക്കുന്ന മണ്ഡലത്തിൽ. അപ്പൊ ടീച്ചറെ തോൽപ്പിക്കാൻ എന്തെന്റെ മാർഗം? കുബുദ്ധിയിൽ നിന്നുയർന്ന ഒരാശയം വന്നു. എന്താണത്? മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ്. ടീച്ചർ ഇങ്ങനെ വീഡിയോയിൽ സംസാരിക്കാൻ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ്. വടകരയിലെ സകല മുസ്ലിം വീടുകളിലും ആ കള്ളവാർത്ത കയറി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് സത്യം ചിരിപ്പിട്ടിറങ്ങിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗമാണ് ഈ പ്രചരിപ്പിച്ചത്. സത്യത്തിൽ ടീച്ചർ അതിൽ പറഞ്ഞത് എന്താണെന്ന് അരുൺകുമാർ നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു തന്നല്ലോ. എന്താ ടീച്ചർ പറഞ്ഞത്? മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ്. ആരാ പറഞ്ഞത്? ഈ ചോദ്യവും ചോദ്യചിഹ്നവും ഒഴിവാക്കി മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ പോലീസ് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചത് ഒരു മുസ്ലിം ലീഗുകാരനെയാണ്. കാഫിർ എന്ന വിളി അന്വേഷിച്ചെത്തുക ലീഗിലാണ്. അത് കഴിഞ്ഞ് 2 നാൾ കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു നോട്ടീസ് വടകരയിലെ മുസ്ലിം വീടുകളിലൊക്കെ കയറി ഇറങ്ങിയത്. ആ നോട്ടീസിലുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു: ഇത് ടീച്ചറമ്മയല്ല. കേരളം സ്നേഹത്തോടെ ശൈലജ ടീച്ചർ വിളിച്ചത് ടീച്ചറമ്മ എന്നാണ്. ഇത് ടീച്ചറമ്മയല്ല, ഇത് ബോംബമ്മയാണ്. ആരുടെ സ്റ്റേറ്റ്മെന്റാ വന്ന്? ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ ഈ പ്രസ്താവന വടകരയിലെ മുസ്ലിം വീടുകളിൽ കയറി ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ സത്യം ചെരുപ്പിട്ടിറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു കയറി. കമ്മ്യൂണിസ്റ്റുകാരല്ല, മർക്കസ് പരാതി കൊടുത്തു പോലീസിൽ. പ്രതിയെ പിടിച്ചു, സംശയിക്കേണ്ട, മുസ്ലിം ലീഗ് തന്നെ. ഈ 2 പ്രയോഗങ്ങൾ കൊണ്ട്, മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണെന്ന് ടീച്ചർ പറഞ്ഞ പ്രയോഗം കൊണ്ടും, ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മയാണ് എന്ന് മുസ്ലിങ്ങളായ സുന്നികൾ വോട്ട് ചെയ്യുന്ന ടീച്ചർ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി നടത്തിയ പ്രയോഗം എന്തിനാണ്? കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ പിന്നെ മതനിഷേധിയാണ്, മതവിരോധിയാണ്, ഒരർത്ഥത്തിൽ പറഞ്ഞ കാഫിറാണ് എന്ന് പറയാനുള്ള സമർത്ഥനമാണ് നടത്തിയത്. അത് തന്നെയല്ലേ പിന്നീട് വന്നത്? ഈ ടീച്ചർ കാഫിറാണ് എന്ന് തുടങ്ങുന്ന ഒരു സ്ക്രീൻഷോട്ട് പോലീസ് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാണോ? നേരത്തെ നടത്തിയ 2 പ്രയോഗങ്ങൾ നടത്തിയത് ലീഗല്ലേ, UDF അല്ലേ? അതിന്റെ ഉദ്ദേശവും ടീച്ചറെ മതനിഷേധിയാക്കുക എന്ന് തന്നെയല്ലായിരുന്നു. അത് തന്നെയല്ലേ മൂന്നാമത്തത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? പക്ഷെ ഇതിൽ സങ്കടകരമായ കാര്യം, ഈ വിവാദ പരാമർശങ്ങൾ വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന വർഗീയ ചേരിതിരിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഗുണഭോക്താവായ ഷാഫി പറമ്പിൽ അത് നിഷേധിച്ചോ? നിഷേധിച്ചില്ല. മാന്യമായ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന കാര്യം അത് നിഷേധിക്കലായിരുന്നല്ലോ. ഇത് ശരിയല്ല എന്ന് പറയലായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾ നോക്ക്,
ഈ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ കൗമ് എന്നൊരു വിവാദം ഉണ്ടായപ്പോൾ ടി പി എന്താ പറഞ്ഞത്? ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അതാണ് രാഷ്ട്രീയ മാന്യത. ഇത് നേരത്തെ പറഞ്ഞ് നിഷേധിച്ചില്ല ഷാഫി എന്ന് മാത്രമല്ല, ഷാഫി അതിനിടയിലൂടെ ഒരു പ്രയോഗം നടത്തി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ പാലക്കാട്ടുകാരനല്ല, ഞാൻ വടകരക്കാരുടെ പുയ്യാപ്ലയാണ്. പുയ്യാപ്ല വടകര ഭാഗത്തുള്ള മുസ്ലിങ്ങളുടെ ഒരു പ്രയോഗമാണ്. പുതിയാപ്ല മരുമോനാണ് ഞാനിവിടെ. അദ്ദേഹം കല്യാണം കഴിച്ച് അവിടെ അടുത്ത് ഇവിടെ നിന്നാണ്. ഞാനിവിടുത്തെ പുതിയാപ്ലയാണ്. ഷാഫി പറയാതെ പറഞ്ഞ് ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ മിടുക്ക് കാണിക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. പലപ്പോഴും ഞാനിത് പറയാറുണ്ട്. ആ മിടുക്ക് തന്നെയാണ് ഈ പ്രയോഗത്തിലൂടെയും ഷാഫി കാണിച്ചത്. മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രീയ പാർട്ടിയായിരുന്നു. പക്ഷേ ഇന്ന് മുസ്ലിം ലീഗിന്റെ തലച്ചോറ് നിയന്ത്രിക്കുന്നത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരിൽ നിന്നാണ് ഈ പ്രയോഗങ്ങൾ വരുന്നതും താൽക്കാലിക ലാഭത്തിനു വേണ്ടി ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉളവാക്കുന്ന ഇത്തരം ആശയങ്ങൾ വരുന്നതും. അവരോട് ഒന്നേ സൂചിപ്പിക്കാനുള്ളൂ, കുടത്തിൽ നിന്ന് തുറന്നു വിട്ട ഈ ഭൂതമുണ്ടല്ലോ, പിടിച്ചു കെട്ടാൻ ഇത്തിരി പണിയുണ്ടാവും. അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും. അയച്ചുവിട്ടവർക്ക് ഇതൊരു പ്രശ്നമില്ല, അവർക്ക് ജയിച്ചു കയറണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇതിനെ തിരിച്ചറിയണം. ഈ പ്രയോഗം നടത്തുന്ന വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിയണം എന്ന് മാത്രം വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.